അല്ലാഹു അക്ബർ വ്യത്യസ്തമായ സദ്യ എന്ന് വെച്ചാൽ ചക്ക, മാങ്ങ, ഒപ്പം തന്നെ ഈ നാടൻ പഴം, അങ്ങനെ തുടങ്ങി വിവിധ വിഭവങ്ങൾ, ഡ്രാഗൺ ഫ്രൂട്ട് വരെ, പപ്പായ അടക്കമുള്ള വിവിധ വിഭവങ്ങളാണ് ഈ സദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ സദ്യ സംഘടിപ്പിക്കുന്നത് കൂളിമാട് മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ്. ഇവർക്കൊരു പദ്ധതിയുണ്ട്. ഈ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്ത് ഇവിടുത്തെ ഓരോ വീട്ടിലും വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി. ആ പദ്ധതിയിൽ നിന്ന് ഫലമെടുത്തതും ഈ നാട്ടിൽ വിവിധ വീടുകളിൽ ഉണ്ടായിട്ടുള്ളതുമായ പഴവർഗ്ഗങ്ങളാണ് ഇവിടെ ഈ സദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മോടൊപ്പം മഹല്ല് പ്രസിഡന്റ് ചേരുന്നുണ്ട്. എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം, എങ്ങനെയാണ് ഇതിന്റെ പരിപാടികളെല്ലാം അദ്ദേഹം വിശദീകരിക്കും. എങ്ങനെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? പൊതുവെ കാർഷിക മേഖലയിൽ നിന്ന് പുതിയ തലമുറ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിപ്പിക്കുക എന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ഇവിടെയുള്ള ആളുകൾ ഈ നമ്മൾ പരിസ്ഥിതി സൗഹൃദ പ്രദേശമായി മാറ്റിയെടുക്കാനും പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗമായി പുതിയ തലമുറയെ വളർത്തിയെടുക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ച് പൊതുവെ പരിസ്ഥിതിക്ക് വലിയ തോതിലുള്ള ആഘാതം നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ വലിയ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരിസ്ഥിതിയെ സ്നേഹിക്കാൻ പറ്റാവുന്ന ഒരു മനസ്സ് പുതിയ തലമുറക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടി ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ഇതിന് വലിയൊരു കൂട്ടായ്മയാണ്. ഇവിടെ എല്ലാ പ്രദേശങ്ങളിലും ഉള്ളതുപോലെ തന്നെ മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ജാതീയമായ വ്യത്യസ്തമായ ജാതിക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ ഈ മഹലിൻ്റെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാ കാര്യങ്ങളും നന്മകളിൽ ഒരുമിച്ച് കൂട്ടാനും ഒത്തുചേരാൻ പറ്റാവുന്ന ഒരു വേദി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇത് കാണുന്നത്. ആ രൂപത്തിൽ തന്നെ വളർത്തിയെടുക്കണം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. ഇതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്നാണ് മഹല്ല് പ്രസിഡന്റ് പറയുന്നത്. അതായത് ഓരോ വീടുകളിലേക്കും നേരത്തെ തന്നെ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് തന്നെ ഈ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തിരുന്നു. അതിൽ നിന്ന് വിളവെടുത്തത് ഇന്നിപ്പോൾ എല്ലാവരും ഈ വീട്ടുകാർ തന്നെ പള്ളിയിലേക്ക് എത്തിച്ചു. ഒപ്പം തന്നെ വീട്ടിലെ ഈ മഹല്ലിലെ വിവിധ വീടുകളിൽ ഉണ്ടായിട്ടുള്ള പഴവർഗ്ഗങ്ങളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്തരമൊരു സദ്യ ഇന്ന് ഈ പള്ളിയിൽ ഒരുക്കിയത്. എന്നാലും ഈ പരിപാടിയുടെ സംഘാടകൻ കൂടിയായിട്ടുള്ള മഹല്ല് വൈസ് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്? അതായത് ഈ തൈ വിതരണം ചെയ്തത് പള്ളിയിൽ നിന്ന് തന്നെയാണ്? അതെ. നമ്മുടെ മഹല്ല് ജമാഅത്തിൻ്റെ കീഴിൽ ഒരു മഹല്ല് എംപവർമെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ട്, ക്രസ്റ്റ് എന്നുള്ള പേരിൽ. അതിൻ്റെ കീഴിൽ 2-3 വർഷമായിട്ട് ഫ്രൂട്ട് ട്രീ മിഷൻ, ഫലമുള്ള നാളേക്കായി എന്നുള്ള ഒരു സ്ലോഗൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആളുകളെ ബോധവൽക്കരിക്കുകയും അവർ ഇത് സൗജന്യമായിട്ടല്ല കൊടുക്കുന്നത്. അവർ സ്വന്തം പണം ഉപയോഗപ്പെടുത്തി സ്വന്തം അധ്വാനിച്ച് സ്വന്തം പരിപാലിച്ച് സ്വന്തം വിളവെടുപ്പെടുത്ത് സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് കൊടുക്കുന്ന ഒരു സമൂഹ ഫലഭോജനം. അതാണ് ഈ പരിപാടിയോട് ഉദ്ദേശിച്ചത്. ഈ പഴയ കാലത്തൊക്കെ മഹല്ലുകളിൽ ഉണ്ടായിരുന്ന തങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പള്ളിയിലേക്ക് കൊടുക്കുക, മദ്രസയിലേക്ക് കൊടുക്കുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ആ രീതിയെ കുറച്ചുകൂടി പുനരാവിഷ്കരിക്കാനുള്ളൊരു ചെറിയ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. എന്തെല്ലാം വിഭവങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയുള്ളത്? എല്ലാം ഈ നാട്ടിൽ നിന്ന് ശേഖരിച്ച് തന്നെയാണ്? അതെ, അത് മുഴുവൻ ഈ നാട്ടിൽ നിന്ന് ഇവിടുന്ന് കൊടുത്ത തൈയിലുണ്ടായ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ സാധനങ്ങൾ അതിൽ നിന്ന് വന്നതുണ്ട്. അല്ലാതെ ഈ പ്രദേശത്ത് ഈ മഹല്ലിൽ പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് മോഡേൺ ഫ്രൂട്ടായ ഡ്രാഗൺ മുതൽ ഏറ്റവും പഴയതെന്നും നല്ലതെന്നും അറിയപ്പെടുന്ന ചക്ക, പിന്നെ അതുപോലെ മാവിൻ്റെ 5-6 വെറൈറ്റികൾ, പിന്നെ ബറാബ, കോക്ക എന്നൊക്കെ പറഞ്ഞ ന്യൂജൻ ഫ്രൂട്ടുകൾ, പിന്നെ പപ്പായയുടെ ഒക്കെ റെഡ് ലേഡി എന്ന് പറഞ്ഞ ഏറ്റവും മുന്തിയ തായ്വാൻ റെഡ് ലേഡീൻ്റെ ഫ്രൂട്ട്, പിന്നെ നാടൻ പപ്പായൻ്റെ ഫ്രൂട്ട്, പിന്നെ ഇതിലിപ്പോൾ വന്നത് പിന്നെ കപ്പ, പിന്നെ ഈ ഹോഗ് പ്ലം എന്ന് പറഞ്ഞ മധുരമ്പഴം അതുണ്ട്. പിന്നെ അതുപോലെ കുറേ കൂടി ഫ്രൂട്ടുകളുണ്ട്. എന്തായാലും ഒരു വലിയൊരു ഫ്രൂട്ടിൻ്റെ നിര തന്നെ ഉണ്ടെന്ന് പറയാം. ഇത് തുടരാന്ന് മാത്രമല്ല, ഇത് 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് വീണ്ടും ഇനി മുന്നോട്ട് തന്നെയാണ്. അതായത് അതായത് ഇനിയിപ്പോൾ പള്ളീൻ്റെ മുകളിൽ ഫ്രൂട്ട് അടുത്ത വർഷം ഇവിടെ ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ടെറസിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രൂട്ട് ട്രീ മിഷൻ എന്നുള്ളത് ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് ഹരിത ഭവനം എന്നുള്ള ഒരു വലിയ വിപുലമായൊരു പദ്ധതി, അതിൽ ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത്. എന്തായാലും വ്യത്യസ്തമായ ഒരു മാതൃകയാണ് ഈ മഹല്ല് ജമാഅത്ത് ഈ പള്ളിക്ക് കീഴിലുള്ള കമ്മിറ്റി നടപ്പാക്കിയത്. അതായത് എല്ലാ വീടുകളിലും ഫലവൃക്ഷങ്ങൾ വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ ഭാഗമായി വിളവെടുക്കുന്ന പഴവർഗ്ഗങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക, ഈ മഹല്ലിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ്, വലിയ മാതൃകയാണ് ഈ പള്ളി കമ്മിറ്റി നടപ്പാക്കിയിട്ടുള്ളത്. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ വേൾഡ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.